أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور وما أنت بمسمع من في القبور إن أنت إلا نذير. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, സൂറത്തു ഫാത്തിറാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നാം പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് സൂറത്തു ഫാത്തിറിൻ്റെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് നിഷേധവും വിശ്വാസവും, ഈമാനും കുഫറും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ നിഷേധികളും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. അതിനെ വളരെ മനോഹരമായിട്ട് ഒരു ഉപമയിലൂടെ അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ഇങ്ങനെയാണ്. തുടക്കത്തിൽ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ എന്നാണ്. ഇവിടെ അഅ്മ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. എന്താണ്? അന്ധൻ എന്നാണ്, കണ്ണ് കാണാത്തവൻ എന്നാണ്. ബസീർ എന്ന് പറഞ്ഞാലോ കാഴ്ച ഉള്ളവനാണ്, കണ്ണ് കാണുന്നവനാണ്. അള്ളാഹു പറയുന്നു വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, അഅ്മയും ബസീറും തുല്യമാവുകയില്ല എന്നാണ്. ആമ വേറെ തന്നെയാണ്, ബസീർ വേറെ തന്നെയാണ്. ആമ അന്ധനാണ്, ഒന്നും കാണാൻ കഴിയാത്തവനാണ്. ബസീറോ കാണാൻ കഴിയുന്നവനാണ്. എന്താണ് ഇവിടെ ആമ കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആമ കൊണ്ടുള്ള ഉദ്ദേശം സത്യത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവൻ എന്ന അർത്ഥം. എന്താണ്? ഒരു സത്യവും നേരും കാണാൻ അവൻ കണ്ണ് തുറക്കില്ല. നേരായതൊന്നും അവന് വേണ്ട. അതിനെതിരെ അവൻ കണ്ണടച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവൻ അന്ധനാകുന്നത്. അവന്റെ ജീവിതത്തിൽ എന്തുണ്ട്? കാഴ്ചയുണ്ട്. പക്ഷെ വേണ്ടതും നല്ലതും കാണാനുള്ള കാഴ്ച അവനില്ല. ആ കാഴ്ച അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നർത്ഥം. അവനാണ് ഇവിടുത്തെ അന്ധൻ. ഈ ബസീർ ആരാണ്? ബസീർ കാഴ്ചയുള്ളവനാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ സത്യത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള തുറന്ന ഉൾക്കാഴ്ചയും അദ്ദേഹത്തിനുണ്ട്. കണ്ണദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട്, നേരുൾക്കൊള്ളുവാൻ വേണ്ടി, സത്യം മനസ്സിലാക്കാൻ വേണ്ടി. ഇവർ രണ്ടും രണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? നേരിനെതിരെ കണ്ണടച്ചവനും അതുപോലെ തന്നെ നേരിന് വേണ്ടി കണ്ണ് തുറന്നു വെച്ചവനും രണ്ടും രണ്ടാണ്. അവർ ഒരിക്കലും ഒന്നായി തീരില്ല, ഒരുപോലെ ആവില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? രണ്ടാമത്തത് വലല്ലുലുമാതു വലന്നൂർ. ലുലുമാത്ത്, വലൈക്കും സ്സലാം അല്ലേ? ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ എന്നർത്ഥം. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ബനാദാ ഫിൽ ലുലുമാത്ത് അല്ലേ? അന്ധകാരങ്ങൾക്കടിയിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവെ വിളിച്ചു. ഏതായിരുന്നു ഈ അന്ധകാരങ്ങള്? കടലിന്റെ അടി എന്ന അന്ധകാരം അല്ലേ? പിന്നെയോ ഇരുട്ട് എന്ന അന്ധകാരം, മത്സ്യത്തിന്റെ ഉദരം എന്ന മറ്റൊരു അന്ധകാരം. ഈ അന്ധകാരങ്ങളിൽ അകപ്പെട്ട അദ്ദേഹം വനാദാ ഫിൽ ളുലുമാത്ത്, ആ അന്ധകാരങ്ങൾ അള്ളാഹുവെ വിളിച്ചത്. അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിളി പ്രാർത്ഥന അല്ലേ? അള്ളാഹുവെ, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, സുബ്ഹാനക്,
ഇനിയോ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അതിക്രമികളിൽ പെട്ടുപോയി. അല്ലേ? അവിവേകം കാട്ടിപ്പോയി, ക്ഷമ വേണ്ട പോലെ ഉപയോഗിച്ചില്ല. അപ്പം അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങൾ അല്ലെങ്കിൽ ഇരുട്ടുകൾ, വലന്നൂർ പ്രകാശവും. അപ്പൊ അന്ധകാരങ്ങളും ഇരുട്ടുകളും അതേപോലെ തന്നെ പ്രകാശവും ഒരിക്കലും എന്താവില്ല, സമമാകും, തുല്യമാകും. ഇവിടെ എന്താണ് ഇരുട്ട് എന്ന് പറഞ്ഞാൽ കുഫറിന്റെ ഇരുട്ടാണ്. എന്താണ്? നിഷേധത്തിന്റെ കുഫറിന്റെ നിഷേധത്തിന്റെ ഇരുട്ടിൽ പെട്ടു പോകുന്നവൻ, അന്ധകാരത്തിൽ പെട്ടു പോകുന്നവൻ, അതിൽ കിടന്ന് ഉയരുന്നവനാണ് ഈ മനുഷ്യൻ. നേരിന്റെ എളിയ ഒരു വളരെ സൂക്ഷ്മമായ കിരണം പോലും അവൻ കാണുന്നില്ല. അവൻ കുഫറിൻ്റെതായ ഇരുട്ടിലാണ്. സത്യത്തിന്റെ പ്രകാശം ഒട്ടുമേ കാണാത്ത ആ മനുഷ്യൻ, അവൻ വേറെ തന്നെയാണ്. മറ്റേയാളോ നൂർ എന്നാണ്. ഇവിടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിച്ചമാണ്. ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ജീവിക്കുന്നത്, ഇസ്ലാമിന്റെ തുറന്ന വെളിച്ചത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. മറ്റേയാളോ കുഫറിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നു. ഈ രണ്ട് മനുഷ്യന്മാരും ഒരിക്കലും സമമാവുകയില്ല. വലല്ലുലുമാത്തു വലന്നൂർ, അല്ലേ? അന്ധകാരങ്ങളും അതേപോലെ തന്നെ പ്രകാശം. ദുലുമാത്ത് മനസ്സിലായല്ലോ? കുഫറിന്റെ ഇരുട്ടാണ്, മറ്റൊന്നതോ ഇസ്ലാമിന്റെ വെളിച്ചമാണ്. ഒരാൾ ഇസ്ലാമിലാണ്, നേരിന്റെ മാർഗത്തിലാണ്, സത്യം ഉൾക്കൊണ്ട ആളാണ്, അള്ളാഹുവെ സൂക്ഷിക്കുന്ന ആളാണ്, ഭയപ്പെടുന്ന ആളാണ്. മറ്റാളോ നിഷേധിയാണ്, ധിക്കാരിയാണ്, അള്ളാഹുവെ വിലവെക്കാത്ത ആളാണ്, കൽപ്പനകളെ ധിക്കരിക്കുന്ന ആളാണ്, ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ. ഈ രണ്ട് കൂട്ടരും ഒരിക്കലും എന്താവില്ല, സമമാവില്ല. അവർ വേറെ തന്നെയാണ്. ഇനി അപ്പോ അന്ധനും കാഴ്ചയുള്ളവനും സമമാകില്ല. വലല്ലുലുമാത്തു വലന്നൂർ, ഇരുട്ടുകളും വെളിച്ചവും പ്രകാശവും സമമാവില്ല. പിന്നെയോ വലല്ലില്ലു വലൽ ഹറൂർ, ലില്ല് എന്ന് പറഞ്ഞാൽ എന്താ? തണൽ എന്നാണ്. എന്താണ്? നിങ്ങൾ ലില്ലുൽ അറശ് അറിയില്ലേ? എന്താണ്? അറശിന്റെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലല്ലനി, ലേ അള്ളാഹുവിന്റെ ആ ഒരു അറശിന്റെ തണലിന് വേണ്ടി. വേറെ തണലുകളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഏത്? അള്ളാഹുവിന്റെ അറശിന്റെ തണൽ കിട്ടുന്നത്. അത് കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ളല്ലനി ഫീ ളില്ലിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക. ളില്ലാണ്, ഇവിടെ തണലാണ്. അതിന്റെ ബഹുവചനമാണ് ളിലാൽ എന്ന് പറയും. ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ഹും വഅസ്വാജുഹും. ഇന്ന് അദ്ദേഹം സൂറത്തു യാസീൻ ഓതി നമ്മുടെ ഇമാം, അല്ലേ? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. എങ്ങനെ നല്ല ദുനിയാവിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച നല്ല സ്വാലിഹ്യങ്ങളായ കപ്പിൾസ്, ദമ്പതികൾ, അവർ സ്വർഗത്തിലും അതേപോലെ ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും എവിടെ? ഫീ ളിലാൽ, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ, നല്ല എന്താണ്? തണ്ണീർ, നല്ല തളിർ തണലുകളിൽ, നല്ല തണുത്ത തണലുകളിൽ. എവിടെ? സ്വർഗത്തിലെ. മനസ്സിലായില്ലേ? ചാരുമഞ്ചങ്ങളിൽ ചാരി ഇരിക്കുന്നവരായിരിക്കും എന്നാണ്. ഇവിടെ ലില്ല് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം സ്വർഗത്തിന്റെ ലില്ലാണ്, സ്വർഗത്തിന്റെ തണലാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ സത്യത്തിന് നേരെ കണ്ണ് തുറന്നു വെച്ച് ജീവിച്ച ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ലില്ല് എവിടത്തേതാണ്? അത് സ്വർഗത്തിന്റെ ലില്ലാണ്. അദ്ദേഹം അവിടെയാണ് അവസാനമായി എത്തിപ്പെടുക. അങ്ങനെ എത്തിപ്പെടുന്ന ഒരു മനുഷ്യനും അതേപോലെ തന്നെ വലൽ ഹറൂർ, ഹറൂർ എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റ് എന്ന് വേണേ പറയാം, അല്ലെങ്കിൽ വെയിലിന്റെ ചൂട് എന്നും പറയാം. ഹറൂർ ചൂടാണ്, മനസ്സിലായില്ലേ? വെയിലിന്റെ ചൂടും ഉഷ്ണക്കാറ്റും അത് എവിടത്തേതാണ്? അത് നരകത്തിലെ തീയിൻ്റെതാണ്. അപ്പം നരകത്തിലെ തീയിന്റെ കാറ്റേറ്റ് അവിടത്തെ ചൂടും പുകയുമേറ്റ് പ്രയാസപ്പെടുന്ന മനുഷ്യനും സ്വർഗത്തിന്റെ ലില്ലിൽ സുഖമനുഭവിക്കുന്ന മനുഷ്യനും സമമാകുമോ? ഇല്ല. അവ രണ്ടും രണ്ടാണ്. വലല്ലില്ലു വലൽ ഹുറുമാത്, അല്ലേ? തണലും പിന്നെയോ വെയിലിന്റെ ചൂടും സമമാവുകയില്ല. അടുത്തതോ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. വമാ യസ്തവി, സമമാവുകയില്ല, തുല്യമാവുകയില്ല, അൽ അഹ്യാഉ, ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവർ, അഹ്യ. വലൽ അംവാത് എന്ന് പറഞ്ഞാലോ മരിച്ചുപോയവരും. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശം? അഹ്യ, ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ സശ്രദ്ധം ശ്രദ്ധിക്കുന്നത് പോലെ
കണ്ണും അതേപോലെ തന്നെ കാതും ഹൃദയവും തുറന്നു വെച്ച് സത്യത്തെ സ്വീകരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന മനുഷ്യന്മാരാണ് ആര്? ഈ അഹ്യാ എന്ന് പറഞ്ഞാൽ അവരാ ജീവിച്ചിരിക്കുന്നവർ. നേരിന് വേണ്ടി സജീവമായ ഹൃദയത്തോടെ നവോന്മേഷത്തോടെ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതിയോടുകൂടി പഠിക്കാനുള്ള ശുഷ്കാന്തിയോടുകൂടി അത് ജീവിതത്തിൽ പകർത്താനുള്ള താല്പര്യത്തോടുകൂടി ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾ അഹ്യ. മനസ്സിലായില്ലേ? നല്ല എന്താ പറയുക, സജീവമായ ഹൃദയത്തിന്റെ ഉടമകൾ എന്നാണ് അതിന്റെ അർത്ഥം. മറ്റേതോ വലൽ അംവാസ് എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി മരിച്ചുപോയവർ എന്നാണ്. ഒന്നും ഉള്ളിലേക്ക് കടക്കില്ല. ലഹും ഖുലൂബുല്ല യഫ്ഖഹൂൻ എന്ന് പറയാറില്ലേ? ഹൃദയമുണ്ട് പക്ഷെ ചിന്തിക്കാത്ത മനുഷ്യന്മാർ. കണ്ണുണ്ട് കാണാത്തവർ, കാതുണ്ട് കേൾക്കാത്തവർ, ഹൃദയമുണ്ട് ഉൾക്കൊള്ളാത്ത സമൂഹം. അവരെ പറ്റി അള്ളാഹ് പറഞ്ഞത് അവർ ആരെ പോലെയാ? ഉലായിക കൽ അൻആം, മൃഗങ്ങളെപ്പോലെ, നാൽക്കാലികളെ പോലെ എന്ന് പറഞ്ഞു. അല്ല, അതിനേക്കാൾ അധപ്പതിച്ചവർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ആര് സമമാവില്ല? സത്യം ഉൾക്കൊള്ളാൻ വേണ്ടി വളരെ സജീവമായ ഹൃദയത്തോടുകൂടി നിലകൊള്ളുന്ന അഹ്യാവും, അതുപോലെ തന്നെ പിന്നെയോ ഈ സത്യത്തിന്റെ ഒരല്പം പോലും ഹൃദയത്തിലേക്ക് കടക്കാൻ അനുവദിക്കാത്ത, മനസ്സാക്ഷി മരിച്ചുപോയ ആളുകളും എന്താവില്ല? സമമാവില്ല എന്ന. ഇങ്ങനെയൊക്കെയാണെങ്കിലും അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, അന്ധനും കാഴ്ച ഉള്ളവനും, പിന്നെയോ ഇരുട്ടുകളും വെളിച്ചവും, പിന്നെയോ തണലും ചൂടും, പിന്നെയോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും. ഇവരൊന്നും ഒരിക്കലും എന്തില്ല? തുല്യതയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്ന് സത്യനിഷേധികളാണ്, മറ്റൊന്നോ സത്യവിശ്വാസികളാണ്. ഇവർ തമ്മിലുള്ള ഉപമയാണ്, ഒരു മെറ്റഫർ എന്ന നിലക്ക് ഒരു ഉപമ, അലങ്കാര രൂപേണയാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും എന്താവില്ല, ഇവരെ തുല്യരാകൂല. എന്നാലും നിങ്ങൾ നോക്കൂ, അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അല്ലേ? അപ്പൊ തീരെ ഉള്ളിലേക്ക് കേൾക്കാത്തവർ, ഉള്ളിലേക്ക് കടത്താത്തവർ, കാണാത്തവർ എന്നൊക്കെ പറഞ്ഞാലും തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു കേൾപ്പിക്കും. അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു കേൾപ്പിക്കും. യുസ്മിഉ, അവൻ കേൾപ്പിക്കും. മൻ യശാ, അതാരായിരിക്കും? അള്ളാഹു ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് ഓലാൻ കേൾപ്പിക്കുക അല്ല. ഇത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. കേൾക്കാൻ ഉദ്ദേശിച്ച് മുന്നോട്ട് വരുന്ന നല്ല മനസ്സിന്റെ ഈമാനികമായ ആവേശമുള്ള മനുഷ്യന്മാരാണ് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം കേട്ടോ. അഡമന്റായി നിൽക്കുന്ന, എപ്പോഴും ഈ സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരെ അള്ളാഹു കേൾപ്പിക്കാൻ പോകുന്നില്ല. നേരിന്റെ മാർഗത്തിലേക്ക് വരുന്ന, സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായ ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും? യുസ്മിഉ, അവൻ കേൾപ്പിക്കും. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. വമാ അന്ത, നിങ്ങളല്ല, അല്ലെങ്കിൽ നബിയെ താങ്കൾ അല്ല. ആര്? ബിമുസ്മിഇൻ, കേൾപ്പിക്കുന്നവൻ എന്നാ അതിന്റെ അർത്ഥം. ആരെ കേൾപ്പിക്കുന്നവൻ അല്ല? മൻ ഫിൽ ഖുബൂർ, ഖബറിൽ ഉള്ളവരെ. ഖബറിൽ ഉള്ളവരെ കേൾപ്പിക്കുന്നവർ അല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഖബറിൽ ഉള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരാൾ മരിച്ചു പോയാൽ ഏതായിരുന്നാലും അദ്ദേഹം മറ്റൊരു ലോകത്താണ്. ആ ലോകത്തിന്റെ പേരെന്താണ്? ബർസഖ് എന്നാണ്. വമിൻ വറാഇഹിം ബർസഖ്, ഈ ജീവിതത്തിന് അപ്പുറത്ത് പുറകിൽ മറ്റൊരു ലോകമുണ്ട്, അതിന്റെ പേര് ബർസഖ് എന്നാണ്. അത് ശക്തമായ ഒരു മറയാണ്. മനസ്സിലായില്ലേ? മരിച്ചു പോകുന്ന ആളുകൾ ഇവിടുത്തെ ഒരു കാര്യവും അങ്ങോട്ട് കേൾക്കില്ല, അവിടുത്തെ ഒരു കാര്യം ഇങ്ങോട്ട് അറിയില്ല. ആ ശക്തമായ മറക്കപ്പുറത്താണ് അവരൊക്കെ ഉള്ളത്. മനസ്സിലായല്ലോ? അവരെന്തായാലും കേൾക്കില്ല. കേൾക്കാത്തത് കൊണ്ടാണ് അവർ മരിച്ചുപോയി എന്ന് പറയുന്നത്. മരിച്ചുപോയവർ പിന്നെ കേൾക്കില്ല, കാണില്ല, ഒന്നുമില്ല, അവർ മറ്റൊരു ലോകത്താണ്. ഇവിടെ അള്ളാഹു പറയുന്നത് വമാ അന്ത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിൽ ഉള്ളവരെ കേൾപ്പിക്കുന്നവനല്ല താങ്കൾ എന്ന് പറഞ്ഞാൽ, മരിച്ചു കിടക്കുന്നവരെ പോലെ ഹൃദയം മരിച്ചുപോയ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ, കേൾവി ഇല്ലാതായ പോയ ഈ അധമന്മാരെ കേൾപ്പിക്കാൻ താങ്കൾക്കാവില്ല എന്ന് പറഞ്ഞാൽ, സത്യത്തോട് പുറംതിരിഞ്ഞു പോകുന്ന ആളുകളെ പിന്നാലെ പോയിട്ട് ഈ കാര്യം ഉത്ബോധിപ്പിച്ച് കേൾപ്പിച്ച് അതിന്റെ വക്താക്കളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി ഇതിന് തന്നെ മുഫസ്സിറുകൾ രണ്ട് അർത്ഥം വേറെയുണ്ട്. മരിച്ചവരെന്തായാലും കേൾക്കൂല, പക്ഷെ ഇതൊരു അലങ്കാരമായിട്ടാണ് പറഞ്ഞത്.
മരിച്ചവർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? ഈ നേരത്തെ പറഞ്ഞ ആളുകളാണ്. അവർ അംവാത്താണ്, അവർ അമയാണ്, അതുപോലെ തന്നെ അവരെവിടെയാ ഉള്ളത്? ഹറൂറിലാണ് ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾ അവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് പലയിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, നോക്കൂ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ വിട്ടിട്ട് മറ്റു പലരോടും പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നോക്കൂ, അല്ലാഹു ഹഫീദുൻ അലൈഹിം, നബിയെ അവരുടെ മേൽനോട്ടക്കാരൻ ആരാണ്? അള്ളാഹുവാണ്. അവരെ കാര്യങ്ങളൊക്കെ അള്ളാഹു വളരെ വളരെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട്. ഹഫീളാണ് അള്ളാഹു. വമാ അന്ത അലൈഹിം ബി വക്കീൽ, താങ്കൾ ഒരിക്കലും അവരുടെ വക്കീലല്ല. അവരുടെ വക്കീലല്ലാര്? അവരുടെ കാര്യങ്ങൾ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. എന്താണ്? നമ്മൾ വക്കീലിനെ ഏൽപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ, അല്ലെ? നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ എന്തേ കൊടുക്കൂ? വക്കീലിന് ഫീസേ കൊടുക്കും. അവർ വക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. എല്ലാ വക്കാലത്തും ഏറ്റെടുത്ത, എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ആളല്ലാര്? നിങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരേ ഒരു ബാധ്യതയുള്ളൂ. അതെന്താണ്? അത് മനോഹരമായിട്ട് ഈ ദീനിനെ, തൗഹീദിനെ ജനങ്ങളിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ അല്ലേ? ഹിദായത്ത് കൊടുക്കുക അതാരുടെ പണിയാണ്? അള്ളാഹുവിന്റെ. ഒരു നിർബന്ധവും ഈ കാര്യത്തിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു കമ്പൽഷനും ഇല്ല, നിർബന്ധിക്കലില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമാണ്. ഇങ്ങനെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിൽ പല ഇടങ്ങളിലായി ഇങ്ങനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കും. ബേജാറാണ്ടെന്നാ പറയുന്നത്, സാരമില്ല, അവരെ വിട്ടേക്കെന്നാ പറയുന്നത്. അവസാനമായിട്ട് അള്ളാഹു പറയുന്ന ഇതാണ്, ഇൻ അന്ത ഇല്ലാ നദീർ, ഇൻ അന്ത, നബിയെ താങ്കൾ അല്ല. ആരല്ലാതെ? ഇല്ലാ നദീർ. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇതേ ആശയമാണ്. മമാ അന്ത അലൈഹിം ബി വക്കീൽ, നിങ്ങൾ അവരുടെ മേൽ അല്ലെങ്കിൽ അവരുടെ വക്കീലല്ല, കാര്യങ്ങൾ ഏറ്റെടുത്ത ആളല്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആരല്ല? ഒരു നദീർ അല്ലാതെ മറ്റാരുമല്ല. നദീർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഒരു മുന്നറിയിപ്പുകാരനാണ്, അല്ലേ? എന്താണ്? ഒരു ജീവിതം വരാനിരിക്കുന്നു, അല്ലേ? മരണം വരാനിരിക്കുന്നു, ഖബർ ജീവിതമുണ്ട്, ബർസഖുണ്ട്, ചോദ്യമുണ്ട്, ഹിസാബുണ്ട്, മഹ്ശറയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അല്ലെ? നന്മക്ക് രക്ഷയും തിന്മക്ക് ശിക്ഷയുമുള്ള ഒരു വിധിദിനം വരാനിരിക്കുന്നു തുടങ്ങിയ തൗഹീദിനെ കുറിച്ചും ആഖിറത്തെക്കുറിച്ചും റിസാലത്തിനെ കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്തം മാത്രമുള്ള ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അല്ലാതെ എല്ലാവരെയും നിർബന്ധിച്ച് മതത്തിന്റെ ആളാക്കാനോ തൗഹീദിന്റെ വക്താക്കളാക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരുമാണ്? ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുമാണ്, അല്ലേ? അതായത് ഇതിനെ ഉൾക്കൊള്ളുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷം, ഇതിനെ ധിക്കരിക്കുന്നവർക്ക് നരകവും ശിക്ഷയും ഉണ്ട് എന്ന താക്കീതും നൽകുന്ന ആളാണ്. ഇവിടെ ഇൻ അന്ത ഇല്ലാ നദീർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ മറ്റാരുമല്ല. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ പഠിച്ചിട്ടുള്ളത് സത്യവിശ്വാസികളും കാഫിര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസവും നിഷേധവും ഈമാനും കുഫറും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് അള്ളാഹു മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും സത്യത്തിന്റെ ആളുകളായി നിലകൊള്ളാനും കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാനും കേൾക്കാനും കാണാനും പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ സവിശേഷ അഹ്ലുകാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുകൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അകറ്റി എല്ലാവർക്കും സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിലും കുടുംബങ്ങളിലും മുഅ്മിനീങ്ങളിലുമുള്ള എല്ലാ ഗുരുതരമായ രോഗങ്ങൾ നീ മാറ്റി എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. ഗുരുതരമായ രോഗങ്ങൾ ഞങ്ങൾ നീ കാക്കണമേ റഹ്മാനെ. അള്ളാഹു മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ഉറ്റവരും ഉടയവരും അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാൻ സലാമത്തായ ഹുസ്നുൽ ആഖിബത്തുള്ള ഒരു മരണം നൽകുകയും എളുപ്പമുള്ള ഹിസാബ് നൽകുകയും അതുപോലെ തന്നെ ഹൗദുൽ കൗസറും അർശിന്റെ തണലും നൽകി അനുഗ്രഹിക്കുകയും അവസാനം നരകമുക്തി നൽകി സ്വർഗം പ്രവേശിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.